കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് കേരളത്തിലെ ഹിന്ദുവിനും കേരളത്തിലെ മുസ്ലിമിനും കേരളത്തിലെ ക്രിസ്ത്യാനിക്കും കേരളത്തിലെ മതമുള്ളവനും കേരളത്തിലെ മതമില്ലാത്തവനും എന്തിന് നല്ല CPM-കാരന് പോലും ഉറച്ചു വിശ്വസിക്കാൻ കഴിയാവുന്ന നിഷ്പക്ഷത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് UDF-ന്റെ ഭരണകാലത്തുണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ പറയുന്നു. അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് ഇസ്ലാം മതവിശ്വാസിക്കും നീതി ലഭിക്കുന്നതായിരിക്കും, ഇസ്ലാമിസ്റ്റുകൾക്കായിരിക്കില്ല. അത് ഹൈന്ദവന് നീതി ലഭിക്കുന്നതായിരിക്കും, അത് ഹിന്ദുത്വവാദികൾക്കായിരിക്കില്ല. അത് ക്രൈസ്തവനും മറ്റു മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും നീതി ലഭിക്കുന്നതായിരിക്കും. ഒരു വരി കൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ പോലീസിന്റെ നിറം, അവരുടെ വേഷത്തിന്റെ നിറം അത് കാക്കിയായിരിക്കും, കാവിയായിരിക്കില്ല എന്നുള്ളതും ഈ വേദിയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അധികാരം നിങ്ങൾ പോലീസിനെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഈ ജില്ലക്കാർക്കറിയാം, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ വോട്ട് എണ്ണിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ലാത്തിയേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്നുള്ളത് ഈ കോഴിക്കോട്ടെ ജില്ലക്കാർ ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ട് നാട്ടിലെ ജനങ്ങളെ തമ്മിൽ അങ്ങ് അടുപ്പിക്കുക. പച്ചക്ക് 4 വോട്ടിന് വേണ്ടി കഴിഞ്ഞ ശബരിമല കാലത്ത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന കവിത എഴുതി വെച്ചവൻ ഇപ്പോ തല തിരിഞ്ഞു നിന്ന് വർഗീയത പറയുന്നത് കാണുന്നത് കേരളം അറിയുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത്. അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോ എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ നേതാക്കൾ വലിയായി നിന്ന് മാനാട് കലാപത്തെ സംബന്ധിച്ച് സമൂഹത്തിലെ ഭിന്നിപ്പുകളെ അതിനെ വീണ്ടും കോലുകൊണ്ട് തോണ്ടി ഉണർത്താനുള്ള ശ്രമം ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തുന്നത്? കേരളത്തിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഒരു കലാപവും നടക്കണമെന്നാണ് UDF-ന്റെ പ്രവർത്തകരുടെ ആഗ്രഹം, അതിന്റെ നേതൃത്വത്തിന്റെ ആഗ്രഹം, ഈ ജനതയുടെ ആഗ്രഹം. അതല്ലാതെ ഭരണം നിങ്ങളുടെയായിരുന്നു എന്നതിന്റെ പേരിൽ കലാപം നടക്കണമെന്നാണോ ഞങ്ങൾ ആഗ്രഹിച്ചത്? ഒരു ഭരണം മാറാനായി എന്ന് പറയുമ്പോഴത്തേക്കും ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവരായി ഇവര് മാറുകയാണ്. വെള്ളത്തിൽ നിന്നൊരു മത്സ്യത്തെ കരയിലേക്ക് എടുത്തിടുന്നത് പോലെയാണ് ഭരണമില്ലാതായി പോകുമെന്ന് കണ്ട് CPM-കാര് പുറത്തു കടന്ന് പെടക്കുന്നത് എന്നുള്ളത്, അവരുടെ ഭരണ നേതൃത്വം പെടക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകരും വിലയിരുത്തട്ടെ, അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർ വിലയിരുത്തട്ടെ. കേരളത്തിലെ BJP-യുടെ വക്താക്കളായി CPM-ന്റെ ഭരണ നേതൃത്വം മാറുന്നതിനെ അവര് ശ്രദ്ധിക്കട്ടെ. AK ബാലനെ പോലുള്ള നേതാക്കന്മാർ പേര് ബാലൻ എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നവരുടെ കാര്യത്തിൽ മൂത്തോനാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാവട്ടെ. നിങ്ങൾ മനസ്സിലാക്കട്ടെ, ജനങ്ങൾ 2 മാസം തികച്ചില്ല മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. അപ്പൊ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനല്ല, പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ലെന്നറിഞ്ഞിട്ട് അവസാനത്തെ കച്ചിത്തുരുമ്പ് വർഗീയത, അവസാനത്തെ കച്ചിത്തുരുമ്പ് വിഭാഗീയത നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട തോൽവിയേക്കാൾ അതിലും വലിയ തോൽവി നിങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ ജനത നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആവർത്തിച്ചത്, നിങ്ങളോട് അഭ്യർത്ഥിച്ചത്. SIR-ന്റെ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായ സാന്നിധ്യം താഴെ തട്ടിൽ, വീടുകളിൽ, ബൂത്തിൽ, അല്ലെ എല്ലാ ഇടങ്ങളിലും ഉണ്ടാവാൻ മാഷെ മറ്റാരെക്കാളും നിങ്ങൾ രംഗത്തിറങ്ങണം. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പറയണം, നിങ്ങൾ വീടെത്തണം. അവിടെ എത്തിയില്ലാത്തവരുടെ വോട്ടുകൾ അതിന്റെ രേഖകൾ സഹിതം തിരിച്ചെത്തിച്ചതുണ്ടെന്ന് അന്തിമ പട്ടിക വന്നതിന് ശേഷവും ഉറപ്പുവരുത്താനുള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോ ഒരു വീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവരുത്. വാർഡിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ഇറങ്ങണം. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശത്തെ, പൗരന്റെ വോട്ടെന്ന അവകാശത്തെ, അതിനെപ്പോലും കവരാൻ ഒരു സംവിധാനം ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോ അതിനെ ജനാധിപത്യ പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവർക്കുണ്ട് എന്നുള്ളത് വിനീതമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.